കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ൽ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തിലെ നേതാക്കൾക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് സുപ്രധാനമായ നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയ സാധ്യത മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, ആ വാതിൽ അടഞ്ഞതെന്നല്ല, ഇനി തുറക്കാനേ ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം. ഇടതിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഇനി ഒരു വ്യതിചലനമില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞു. ഈ ചർച്ചയ്ക്കായി UDF നേതാക്കൾ മുന്നിട്ടിറങ്ങുമോ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ? മധ്യകേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള സാധ്യതകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ജോസ് കെ മാണിയെ വീണ്ടും പരിഗണിക്കണം, അതിനുള്ള സാധ്യത തേടണമെന്ന് രാഹുൽ ഗാന്ധി നേതാക്കളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ജോസ് കെ മാണി വന്നു കഴിഞ്ഞാൽ കുറേയേറെ നേട്ടം ആ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ശ്രമം ഉണ്ടാവുമെന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. നേരത്തെ തന്നെ UDF വിലയിരുത്തിയത് ജോസ് കെ മാണി ഇല്ലാതെ തന്നെ പല ഈ ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്, പലരുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നായിരുന്നു ധാരണ. അഥവാ അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പാർട്ടി പിളരും എന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇനി പിളർത്തിയാണെങ്കിലും അവരെ കൊണ്ടുവരാനുള്ള ശ്രമം UDF-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ ഈ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് ചോദ്യം. ശരി.